സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം തേടി, തൊഴിൽ തേടി ലക്ഷങ്ങളാണ് വിദേശത്തേക്ക് പോകുന്നതിന് കുറവ് വരുത്തും. അവരവരുടെ മാതാപിതാക്കളോടൊപ്പം കേരളത്തിൽ നിന്ന് നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടുന്നതിനുള്ള അവസരം നമ്മൾ ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കും. ഞാൻ ദീർഘമായി പറയുന്നില്ല. എല്ലാ ബജറ്റ് പുറത്തു വരാൻ പോകുന്നത് ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് വെല്ലുവിളിയായതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയും, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വളരെ രസകരമായ ഒരു വരിയുണ്ട്. ഞാൻ പണ്ട് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നികുതി വിധിക്കുന്നത് പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂവ് അറിയണം. പൂവ് പോലും അറിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തെ ഏറ്റവും വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായ മന്ത്രാലയം ഇന്ത്യയിൽ ആദ്യമായി ചെയ്യുന്നതാണ്. ഒരു സമൂഹം എങ്ങനെയാണ് പരിഷ്കൃതമാണ് എന്ന് കരുതുന്നത്, ആ സമൂഹം അതിലെ മുതിർന്നവരെ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും പരിഷ്കൃത സമൂഹമാക്കി മുതിർന്നവരെ ആദരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, കുഞ്ഞുങ്ങളെ പോലെ ശ്രദ്ധിക്കുന്നവരാക്കി ഞങ്ങൾ മാറ്റും. ഒരു സംശയവും തന്നെ.